കഴിഞ്ഞ ദിവസം NSSന്റെ ക്ലാസ്സിന് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വളരെ ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി. എന്തൊക്കെയാ? നമ്മളെ ഈ ബോഡി സ്പ്രേ, പിന്നെ നമ്മള് മുഖത്ത് വെക്കുന്ന ക്രീമില്ലേ, ഫേസ് ക്രീം, ഫേസ് ക്രീം, പിന്നെ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ നല്ലതാണോ ചള്ളാണോ നമുക്ക് അറിയാനായിട്ടുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. കമ്പനി സാധനമാണോ അറിയാൻ വേണ്ടിട്ടുള്ളത്. അതെങ്ങനെ? അത് ഇപ്പം ഈ സ്പ്രേനകത്ത് ഇൻഗ്രീഡിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ എക്സ്പയറി ഡേറ്റ്, പിന്നെ കമ്പനിയുടെ പേര്, കമ്പനി എവിടെയാന്നുള്ളത്, പിന്നെ കമ്പനിയുടെ ലൈസൻസ് നമ്പർ. അപ്പം ഇത്രയും കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ സാധനം നല്ല കമ്പനിയില്ല. ഇതൊന്നും എഴുതാണ്ട് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റാ. അതായത് എക്സ്പയറി ഡേറ്റ് മാത്രം വിട്ട് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റാ. വേറെ ഒന്നും അവിടെ എഴുതില്ല. കാരണം ലൈസൻസ് ഒന്നും അവർക്ക് കിട്ടില്ല. ഇത് നല്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എന്തായാലും ചള്ള കാരണം കിട്ടില്ല. അപ്പം ഇത് പോയിട്ടൊക്കെ അടിപൊളി ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് സെറ്റപ്പ് കമ്പനിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ക്രീമൊക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് ക്യാൻസർ ഒക്കെ വരും. ക്രീമിന്റെ അകത്ത് നമ്മളിപ്പോ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. പിന്നെ പല പല ത്വക്ക് രോഗങ്ങള് അത് തന്നെ അതൊക്കെ വരും. പിന്നെ പാണ്ട് പോണക്ക് സ്കിന്നിൽ വരും. പിന്നെ മെയിൻ ആയിട്ട് നമ്മള് മൊബൈലിൽ ഒരു ഇത് കണ്ടും പരസ്യം കണ്ടും മേടിക്കാതിരിക്കുക. ഇപ്പം ഒരാള് തന്നെ ആയിരിക്കും 3-4 പരസ്യം ഒരു ദിവസം ചെയ്യും. അവരോട് തന്നെ ചോദിക്കാം നമ്മൾ ഇതിനകത്ത് ഏത് മേടിക്കണം. അവര് ഇപ്പം ഇങ്ങനെ നോട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് ഇവിടെ കമ്പനിയോട് പൈസ മേടിച്ച് ചെയ്യുന്ന പരിപാടികളല്ലേ. ഓരോരോ കമ്പനിക്ക് വേണ്ടി പരസ്യം ചെയ്യുന്നതാണല്ലോ അവര്. അവർക്ക് ഇതിന്റെ അകത്ത് ജനങ്ങള് ബുദ്ധിമുട്ടുന്ന അവർക്കറിയേണ്ട കാര്യമില്ല. അവർക്ക് പൈസ കിട്ടിയാൽ മതി. അതെ, അവര് പറയും ഞാൻ 2 മിനിറ്റ് കൊണ്ട് വെളുത്താന്ന് പറഞ്ഞ അവരെ നമുക്ക് ഫിൽറ്റർ കിട്ടി കാണിച്ചു. നമ്മളത് മേടിച്ച് നോക്കും, നമുക്ക് ക്യാൻസറും അത് ഉള്ള പോലെ പറയുന്നവരും ഉണ്ട്. എല്ലാരും അല്ല, ഉള്ള പോലെ പറയുന്നവരും. അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ അതേ നമ്മള് വഞ്ചിക്കപ്പെടാണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏത് മേടിച്ചാലും മാനുഫാക്ചർ ഡേറ്റും എക്സ്പയറി ഡേറ്റും ലൈസൻസ് നമ്പറും പിന്നെ എവിടെയുള്ള കമ്പനി സ്ഥിതി ചെയ്യുന്നത് അതും പിന്നെ ഇൻഗ്രീഡിയൻസും ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കുഴപ്പങ്ങളൊന്നും വരില്ല. ഇതൊക്കെ നമുക്കൊക്കെ ഒരു പുതിയ അറിവായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ അറിവുണ്ടാകണമെന്നില്ലല്ലോ. അപ്പം ഇത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാലും അവർക്കും മനസ്സിലാകണം അല്ലേ. അപ്പം നമ്മളിത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിലേക്ക് ഇത് നമുക്ക് കിട്ടിയ അറിവ് അല്ലേ ഷെയർ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമുക്ക് ഇനി കൂടെ ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടാം. പിന്നെ ഈ ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടാവുന്നതാണ്. അതല്ലേ, കമ്പനി സാധനം അല്ലാത്തത്. എല്ലാത്തിനും പരസ്യം കാരണം ആൾക്കാർ മേടിച്ച് തൂക്കും. ആദ്യം നമ്മള് കടക്കാർക്കാണേലും കൂടുതൽ ലാഭം കിട്ടുന്ന സാധനങ്ങൾ അവർ അധികം വിൽക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് അവർക്കൊരു വിഷയമില്ല. അതെ അതെ. അപ്പൊ ആദ്യം നമ്മളത് കയ്യില് തൂത്തിട്ട് എന്തെങ്കിലും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ മാത്രം തന്നെ തിരിക്കുന്നതാണ്. ഷാമ്പും അതുപോലെ ഷാമ്പു ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പം അത് ഭയങ്കര വിഷയമല്ലേ അത്. അതെ, ഇതൊന്നും ഇല്ലാത്തതാണ് ഈ വിഷയം. അതുപോലെ ബോഡി സ്പ്രേ നമ്മൾ അധികം ശരീരത്തില് അല്ല, ബോഡി സ്പ്രേ അല്ല, സാധാ സ്പ്രേ അധികം ശരീരത്തില് ഇതിന്റെ ഇത് പറ്റാണ്ട് നോക്കണം. അത് വല്ലപ്പോഴും പറ്റുന്നതല്ല, കമ്പനി സാധനം വല്ലപ്പോഴും ഡെയിലി പറ്റിക്കഴിയുമ്പോൾ അത് പൊള്ളും. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള അറിവുകളൊക്കെ മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ചില കാര്യങ്ങൾക്ക് ഒരുപാട് അറിവ് കുറവായിരിക്കും. അപ്പം ഇത് കേട്ട് പഠിച്ചു, ക്ലാസ് എടുത്ത് കേട്ട് പഠിച്ചു. അത് നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടെ, എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ അറിവുണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുമ്പോഴാണ് നമ്മൾ ആ കേട്ട ക്ലാസ്സിന് പ്രയോജനമുള്ളൂ അല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം ശ്രദ്ധിച്ച് നോക്കി മേടിക്കുക. പരമാവധി വലിയ കടകളിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുക. ചെറിയ പെട്ടിക്കടയിൽ നിന്നും അവർക്കൊക്കെ ലാഭം കൂടുതൽ കിട്ടുന്ന സംഭവങ്ങൾ നല്ല നല്ല കടകളിൽ കയറി നമ്മളെ ശരീരത്തിന് ദോഷം
ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും മേടിക്കാം, അതൊക്കെ നല്ല നല്ല കടകളിൽ കയറി മേടിക്കാം. വാങ്ങിക്കുക അല്ലേ? അതെ.